വീരസിംഹന്റെ സൈന്യത്തെ മുച്ചൂടും നശിപ്പിക്കാൻ പാഞ്ഞെടുത്ത ത്രേതാപുരിയുടെ സൈനികരറിഞ്ഞിരുന്നില്ല അവരെ കാത്തിരിക്കുന്നത് വീരസിംഹൻ ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ കെണിയാണെന്ന്. യുദ്ധകളത്തിൽ നിന്നും പിന്തിരിഞ്ഞോടിയ വീരസിംഹന്റെ സേന നേരെ ചെന്ന് കയറിയത് വലിയ 2 മലകൾ ചേർന്നുണ്ടാക്കുന്ന ഒരു ഇടുങ്ങിയ വിടവിലേക്കായിരുന്നു. ഇവർക്ക് പിന്നാലെ ഇരമ്പി എത്തിയ ത്രേതാപുരിയുടെ സൈനികരും ആ മലയിടുക്കിലേക്ക് ഓടിക്കയറി. ശരിക്കും പറഞ്ഞാൽ ആവേശത്തിൻ്റെ പുറത്ത് അവർ പൂർണ്ണമായും ആ മലയിടുക്കിലേക്ക് പ്രവേശിച്ചതിന് ശേഷം മാത്രമാണ് തങ്ങൾ കാണിച്ച അബദ്ധത്തെപ്പറ്റി അവർക്ക് മനസ്സിലായത്. ഇപ്പോൾ അവർ നിൽക്കുന്ന ആ വിടവിൻ്റെ ഇരുവശത്തുമുള്ള മലകളുടെ മുകളിൽ മുഴുവൻ വീരസിംഹന്റെ സൈനികർ അസ്ത്രങ്ങളുമായി അണിനിരന്നിരിക്കുകയാണ്. കണ്ണ് ചിമ്മുന്ന വേഗത്തിലായിരുന്നു അസ്ത്രങ്ങൾ അവർക്ക് മേലെ പതിച്ചത്. നിമിഷങ്ങൾക്കുള്ളിലാണ് ത്രേതാപുരിയുടെ സൈനികർ അവിടെ പിടഞ്ഞു വീണത്. അപകടം മനസ്സിലാക്കി ആ മലയിടുക്കിൽ നിന്നും പുറത്തേക്ക് തിരിഞ്ഞോടിയവരെ കാത്തിരുന്നത് അതിലും വലിയ അപകടമായിരുന്നു. 200ഓളം വരുന്ന വീരസിംഹന്റെ ആനകളായിരുന്നു അവർക്ക് നേരെ പാഞ്ഞെടുത്തത്. ആ മലയിടുക്കിൽ പിന്നീട് മുഴങ്ങിക്കേട്ടത് ത്രേതാപുരിയുടെ സൈനികരുടെ നിലവിളിയും അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ടുള്ള വീരസിംഹന്റെ ആനകളുടെ കൊലവിളിയുമായിരുന്നു. അങ്ങനെ വീരസിംഹൻ ത്രേതാപുരിക്ക് മേൽ സമ്പൂർണ്ണ വിജയം കൈവരിച്ചു. എന്നാൽ അതുകൊണ്ടൊന്നും തൻ്റെ ശപഥം പൂർണ്ണമാകുന്നില്ലല്ലോ. തൻ്റെ പിതാവിൻ്റെ മരണത്തിന് കാരണക്കാരായ ബാക്കി 7 രാജ്യങ്ങളെയും തകർത്ത് തരിപ്പണമാക്കിയാലേ ഇനി തനിക്ക് സമാധാനമുള്ളൂ. എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ആ 7 രാജ്യങ്ങളും ഒരുമിച്ചായിരിക്കും തന്നെ നേരിടുക. വീരസിംഹപുരിയുടെ സുവർണ കാലഘട്ടത്തിലേക്കുള്ള തന്ത്രപ്രധാനമായ പടയോട്ടമാണ് ഇനി നമ്മെ കാത്തിരിക്കുന്നത്.